സോ ഈ വീഡിയോക്ക് എന്തെങ്കിലും വ്യൂസ് കിട്ടുമോ? ഞാൻ ഇടുന്ന വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുമോ? ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ വീഡിയോ ഇടും. അതാണ് കാര്യം. ആ ഇതൊക്കെയാണ് ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ സംഭവിക്കുന്ന വികാരങ്ങൾ. പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. ഇപ്പോഴും ഞാൻ ഇതേപോലത്തെ ഓരോ വികാരങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകാറുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ എൻ്റെ വികാരങ്ങളെ കുറിച്ചൊന്നും അല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്ന. റൈലിയുടെ മൈൻഡിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ തന്നെയാണ് നമ്മൾ ഇൻസൈഡ് ഔട്ടിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഇൻസൈഡ് ഔട്ട് 2 നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. അപ്പൊ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇതൊരു ഡിസ്നി എക്സ് പിക്സാർ ഫിലിം തന്നെയാണ്. കാരണം ഡിസ്നിയും പിക്സാറും കൂടി കൊളാബറേറ്റ് ചെയ്തൊരു ആനിമേഷൻ സിനിമ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കറിയാം ഇത് ജസ്റ്റ് ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടി മാത്രമല്ല. ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു ഫാമിലിയിലുള്ള അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ള മെമ്പേഴ്സിനും കൂടി തന്നെയാണ്. കാരണം ജസ്റ്റ് ഒരു കിഡ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ അല്ല, തികച്ചും ഡിസ്നിയും പിക്സാറും കൂടി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ളത് 2015 റിലീസ് ചെയ്തിട്ടുള്ള ഇൻസൈഡ് ഔട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫിലിം തന്നെ എനിക്ക് പറയാൻ പറ്റും. ആൻഡ് അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 9 വർഷത്തിന് ശേഷമാണ് നമുക്ക് ആ സിനിമയ്ക്ക് ഒരു സീക്വലായിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്നത് തന്നെ. ആൻഡ് ഒന്ന് ആലോചിച്ചു, എൻ്റെ പൊന്നു, എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉണ്ട് ഇൻസൈഡ് ഔട്ടിൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പ്ലോട്ട് പോലും നമ്മുടെ മൈൻഡിൽ ഇല്ലാത്ത സമയത്താണ് നമ്മുടെ മൈൻഡിൽ തന്നെ സംഭവിക്കുന്ന ഓരോ ഇമോഷനെ വെച്ചിട്ട് അവർ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. സോ എന്താണ് നമുക്ക് ആക്ച്വലി സ്പോയിലർ ഫ്രീ ആയിട്ട് ഈ ഒരു സിനിമയുടെ സീക്വലിനകത്ത് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള റൈലി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ 13 വയസ്സുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം 13 വയസ്സിനകത്ത് ഒരു ടീനേജർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ. കാരണം നമ്മുടെ ഇനീഷ്യലായിട്ട് ഉള്ള ഇമോഷൻസിനേക്കാളും വേറെ കുറേ ഇമോഷൻസ് അതിൻ്റെ കൂടെ എമേർജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത് ആങ്സൈറ്റി പോലത്തെയുള്ള ഓരോ ഇമോഷൻസ് എല്ലാം തന്നെ. സോ എങ്ങനെയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇമോഷൻസ് ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഡീൽ ചെയ്യുന്ന, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് റൈലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അതെല്ലാം തന്നെയാണ് നമുക്ക് സത്യം ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം, ഏതൊരു ഡിസ്നി പിക്സാർ സിനിമ പോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് അവർക്ക് ആ ഒരു പ്ലോട്ട് വളരെ കിടിലനായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു രീതിയിലുള്ള ലാഗ് നമുക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പക്ക എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ഇനി മറ്റൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഡിസ്നി പിക്സാർ ഫിലിംസിൻ്റെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആനിമേഷൻ എങ്ങനെയുണ്ടെന്നൊരു കാര്യം. ആനിമേഷൻ ആദ്യത്തെ സിനിമ പോലെ തന്നെ ഇത്രയും കിടിലനായിട്ടുള്ളൊരു ആനിമേഷൻ നമുക്ക് അടുത്തിടെ ഒന്നൊരു ആനിമേഷൻ സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ആ ഒരു ആനിമേഷൻ ക്വാളിറ്റി, അത് ഓരോ ക്യാരക്ടർ മോഡൽസിനെ അവർ ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളാണെങ്കിലും ഇതിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ്. ആൻഡ് അത് ടോപ്പ് നോച്ച് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഇനി എടുത്ത് പറയേണ്ട വോയിസ് കാസ്റ്റിംഗ് തന്നെയാണ്. ആദ്യത്തെ സിനിമ പോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുള്ളയും വോയിസ് ആക്ടേഴ്സ് ആണെങ്കിൽ ആക്ട്രസസ് ആണെങ്കിൽ തന്നെയും അവരുടെ ജോലി കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഓരോ ഇമോഷൻസിലൂടെ നമുക്ക് ഈ പറഞ്ഞ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ വോയിസ് ഓവർ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ആങ്കർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, സാഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഡിസ്ഗസ്റ്റ് എങ്ങനെയാണ് ആക്ച്വലി റിയാക്ട് ചെയ്യുന്നത്, അത് ആ ഒരു ഓരോ ഇമോഷൻസിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇമോഷൻ തന്നെയാണ് എനിക്ക് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു പുതിയ ഇമോഷൻസിലേക്ക് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. പക്ഷേ ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പത്തെ ആദ്യത്തെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ആങ്കർ ആണെങ്കിലും അതുകൂടാതെ തന്നെ ജോയിയുടെ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ തന്നെയും അവരുടെ ക്യാരക്ടറിൽ നിന്ന് കുറച്ചും കൂടി മെച്യൂർഡ് ആകുന്നവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആങ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ എന്താ, എപ്പോഴും എനിക്ക് ആങ്കറി ആയിട്ടിരിക്കണം. കാരണം അത് തന്നെയാണ് എപ്പോഴും ആങ്കർ. പക്ഷെ ആങ്കർ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആങ്കറായി പോയതുപോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു പോരായ്മയാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ബാക്കി ഏതൊരു രീതിയിൽ നിങ്ങൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ പ്ലോട്ട് ആണെങ്കിലും സ്റ്റോറി പ്ലോട്ട് ലൈൻ ആണെങ്കിലും എല്ലാം കിഡിലനായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് അത് ഭയങ്കര ഒരു എൻ്റർടൈനർ ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണുമ്പോഴും തോന്നുന്നത് തന്നെ. ആൻഡ് എടുത്ത്
തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തികച്ചും ഒരു കുട്ടികളുടെ സിനിമ എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോ പാരൻസും കൂടി കണ്ടിരിക്കേണ്ട സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഇതേപോലത്തെ ഓരോ ഇമോഷൻസ് ഉണ്ട് നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ. കാരണം നമുക്ക് ഹാപ്പിനെസ് വരും, നമുക്ക് സാഡ്നെസ് വരും, നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ദേഷ്യമൊക്കെ പല രീതിയിലും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അപ്പോഴും നമ്മുടെ മൈൻഡിലെ ആ ഒരു കൺട്രോൾ പാനൽ എങ്ങനെയാണ് ഈ പറയുന്ന ഓരോ ഇമോഷൻസിനെയൊക്കെ വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കറക്റ്റ് ഇമോഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സത്യം ഈ ഒരു സിനിമയിൽ അവർ സൂപ്പറായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ വാക്കിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാൻ പറ്റും, ഇൻസൈഡ് ഔട്ടിന്റെ ഈ ഒരു രണ്ടാം ഭാഗം ഒരു പക്ക ഫാമിലി എന്റർടൈനർ തന്നെയാണ്. ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളായിട്ട് പോയി തിയേറ്ററിൽ പോയി നല്ല രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ഫിലിം തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയുടെ അവസാനത്തേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേയധികം ഇമോഷണൽ വാല്യൂസും അവർക്ക് ഈ ഒരു സ്റ്റോറിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കുട്ടികൾ മാത്രമല്ല നമ്മൾ മുതിർന്ന ആൾക്കാരും സത്യം ഈ ഒരു കാര്യങ്ങളെല്ലാം തിങ്ക് ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സിനിമ നല്ലൊരു എന്റർടൈനർ ആകും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല. സോ ഇതെല്ലാം തന്നെയാണ് ഇൻസൈഡ് ഔട്ടിന്റെ പുതിയ സീക്വലിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം തന്നെ. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഡിസ്നി എക്സ് പിക്സാർ ഫിലിംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്നോട് ചോദിക്കുന്ന ഒത്തിരി സിനിമകളുണ്ട്. കാരണം ഇവർ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തതിന് വൺ മാസ് ആയിട്ടുള്ള പടങ്ങളും അല്ലെങ്കിൽ വൺ പൊളി ആയിട്ടുള്ള പടങ്ങൾ തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും എപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള. ചില സിനിമകൾ മാത്രമേ ചീറ്റി പോയിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 out of 10. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ്. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്താണെങ്കിലും എനിക്ക് സാഡ് ഇമോഷൻസ് വരുന്നത് തന്നെയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.